വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ ശരിയാകുന്നില്ല കുഞ്ഞുങ്ങളെ. ഉറക്കം ഒരു മരുന്നിൻ്റെ ആഫ്റ്ററാണ് കേട്ടോ. ഞാനേ ഈ വീഡിയോ ഇടാൻ ചില ദിവസങ്ങൾ വൈകിപ്പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ വേറെ ഉള്ളവരുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. സ്ഥിരമായി കാണുന്ന കുറേയേറെ പേര് കാര്യങ്ങളുണ്ട്. അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സമയം ഇത്തിരി ആയിപ്പോകുന്നു. അതുകൊണ്ടാട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ പല കാര്യങ്ങളും വരും. അപ്പം അങ്ങനെ പോവുകയാണേ. അപ്പോൾ ഇന്ന് ഞാൻ അമ്മായിയമ്മമാരെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അമ്മായിയമ്മമാരുടെ മുഖവും മനസ്സും മൃഗമാണ്. എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും അല്ലേ മക്കളെ? എന്താണെന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? എന്താണെന്ന് വെച്ചാൽ ആൺമക്കളുടെ ഭാര്യമാർക്ക് ഒരു നീതിയും സ്വന്തം മകൾക്ക് ഭർത്താവിന് മറ്റൊരു നീതി. ഇതെന്താ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? പറയാം. സ്വന്തം മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ ഒരു ഇതുമില്ല, ഒന്ന് നിന്നോളാൻ പറയും. ഇതേ സ്ഥാനത്ത് മരുമകളാണെങ്കിൽ ഉടനെ അവർ 100 ന്യായങ്ങൾ അങ്ങോട്ട് നിരത്തും. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. പിന്നെ അവരുടെ ജീവിത ചരിത്രം പറഞ്ഞു കേൾപ്പിക്കും. ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങും വീരകൃത്യവാദം എല്ലാം കൂടെ. അങ്ങനെ ഇത് ശരിയായ നടപടിയാണ് എന്ന് നിങ്ങളെന്നെ പറയും. മകൾക്ക് ഒരു ന്യായം, മരുമകൾക്ക് മറ്റൊരു ന്യായം. മകൻ ആരുടെ കൂടെ നിൽക്കണം എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നതിന്. ഇങ്ങനെയുള്ള ആൺമക്കളല്ലേ അമ്മയുടെ പെങ്ങളോടെ നിൽക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. എൻ്റെ ബാക്കി പത്രം നിങ്ങൾ പൂരിപ്പിച്ചെടുത്തിട്ടാൽ മതി. എന്താണ് മനസ്സിലായില്ലേ? മരുമകൾക്ക് സ്വന്തം വീട്ടിൽ വന്ന് നിന്നൂടെ പോകാൻ പാടില്ല. പിന്നെ അമ്മയുമായിട്ടൊന്നും സഹകരിക്കാൻ പാടില്ല. വീട്ടുകാരുമായിട്ടൊന്നും സഹകരണം പാടില്ല. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ, അതായത് മരുമകളായിട്ട് വരുന്നവർ എല്ലാം ത്യജിച്ച് വരണം എന്നാണ് ഈ ആൺമക്കളുടെ മിക്ക അമ്മമാരും പറയുന്നത്. അവരുടെ സ്വന്തം മകൾക്കാണെങ്കിൽ ഇതെല്ലാം ആകാം, എല്ലാവരും വേണം. വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അതിനൊന്നും യാതൊരു വിധമില്ല. ഇത് ശരിയായി. പിന്നെ ചില പെങ്ങന്മാരും ഉണ്ട് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ വന്ന് നിൽക്കുന്ന കുറേ പെങ്ങന്മാരും ഉണ്ട്. അവസാനം പിന്നെ പെൺകുട്ടിയുടെ അമ്മയെ